ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 EVSൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ജേർണി ഓഫ് എ റിവർ, ഒരു നദിയുടെ യാത്ര. വേർ ഐ ബിഗിൻ വേർ ഐ ഫ്ലോ, അതായത് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഞാൻ എവിടേക്കാണ് പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. എല്ലാ ദിവസവും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് നോക്കാം. ഐ ഹാവ് നോ ഫീറ്റ്, എനിക്ക് എന്തില്ല, കാലുകളില്ല. ബട്ട് ഐ ട്രാവൽ ഫാർ, പക്ഷെ ഞാൻ ദൂര സ്ഥലത്തേക്ക് സഞ്ചരിക്കും. ത്രൂ ഫീൽഡ്സ് ആൻഡ് ഫോറസ്റ്റ്, ഞാൻ ഇതുവഴിയൊക്കെയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാമോ? ഫീൽഡ് ആൻഡ് ഫോറസ്റ്റ്, ഫീൽഡ് എന്ന് പറഞ്ഞാൽ വയലുകൾ, വയലുകളിലൂടെയും വനങ്ങളിലൂടെയും എല്ലാം സഞ്ചരിക്കും. അണ്ടർ മൂൺ ആൻഡ് സ്റ്റാർ, ഈ സ്കൈയിലെ മൂണിനെയും സ്റ്റാറിൻ്റെയും ഒക്കെ താഴെ ഈ ഭൂമിയിലൂടെ ഞാൻ ഒഴുകും. ഐ ക്വൻച്ച് യുവർ തേഴ്സ്റ്റ്, ഞാൻ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കും. ക്വൻച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമിപ്പിക്കും. ആൻഡ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു ഗ്രോ, അതുപോലെ ഞാൻ പ്ലാന്റ്സ് വളരാൻ സഹായിക്കും. ഫ്രം മൗണ്ടൻ ടു സീ ഐ ക്വയറ്റ്ലി ഫ്ലോ, ഞാൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാമോ? മൗണ്ടനിൽ നിന്നാണ്. ഞാൻ എവിടേക്ക് വരെയാണ് ഫ്ലോ ചെയ്യുന്നത്? കടലിലേക്ക് ഞാൻ ഒഴുകി എത്താറും ഉണ്ട്. അപ്പം ഞാൻ മൗണ്ടനിൽ നിന്ന് തുടങ്ങി കടലിലേക്ക് ഒഴുകിയെത്തും. ഹു ആം ഐ? യെസ്, ഐ ആം എ റിവർ, ഞാൻ ആരാണ്? ഞാനൊരു നദിയാണ്. ഐ ആം ഗോദാവരി, എൻ്റെ പേരെന്താണ്? ഗോദാവരി. മൈ ജേർണി ബിഗിൻസ് ഹൈ അപ്പ് ഇൻ ദ വെസ്റ്റേൺ ഗാർഡ്സ് അറ്റ് ത്രയംബകേശ്വർ ഇൻ മഹാരാഷ്ട്ര, അതായത് മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉത്ഭവിക്കുന്നത്. അതായത് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് അത് എവിടാണെന്ന് ആദ്യം ഒന്ന് നോക്കാമേ. അതായത് ഇപ്പം ഇവിടെ നമുക്ക് കാണാം ഗോദാവരി റിവർ നമുക്ക് കാണാൻ പറ്റും. ഇത് ഗോദാവരി റിവർ ഇനി ഒഴുകി ബേ ഓഫ് ബംഗാളിലേക്കാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഏത് സീയിലേക്കാണ് വന്ന് ചേരുന്നത്? ബേ ഓഫ് ബംഗാളിലേക്കാണ് വന്നു ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കോസ്റ്റൽ പ്ലെയിൻ ആണ്. കോസ്റ്റൽ പ്ലെയിൻ ഇതിനോട് ചേർന്ന്, അതായത് ഈ ഒരു ഭാഗം വെസ്റ്റേൺ ഗാർഡ്സാണ്, മലനിരകളാണ്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ മലനിരകളാണ്. അതായത് ഈ കോസ്റ്റൽ പ്ലെയിനുണ്ട് കുറച്ച് സ്ഥലം, അതിനുശേഷം ഇങ്ങനെ കുന്നുകളാണ്. അതിന് നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സ് എന്നാണ് പറയുന്നത്. ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ എന്താണ്, ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉത്ഭവിക്കുന്നത്, ഞാൻ തുടങ്ങുന്നത്. എൻ്റെ ഒറിജിൻ അവിടെയാണ്. നോക്കിയേ, മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ അല്ലേ, എനിക്കിപ്പോൾ കാണാം ഗോദാവരി എഴുതിക്കുന്നുണ്ടല്ലോ, മഹാരാഷ്ട്രയാണ്. അതുവഴി ഒഴുകി തെലുങ്കാന ഉണ്ട്, പിന്നെന്താണ് ഛത്തീസ്ഗഡ് വഴി എവിടെയാണ് പോകുന്നത് നോക്കാം, ബേ ഓഫ് ബംഗാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ ഇത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി. തെലുങ്കാന ഉണ്ട്, പിന്നെ ഒഡീഷയുടെ ഭാഗങ്ങളുണ്ട്. ഇത് ഗോദാവരി ഈ നോക്കി ഇതുപോലെ ട്രിബ്യൂട്ടറി ഉണ്ട്. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഈ ഗോദാവരിയിലേക്ക് വന്ന് ചേരുന്ന കുറേ നദികളുണ്ട്. നിങ്ങൾക്ക് നദി കാണാൻ പറ്റും. അതായത് ഇവിടെ ഇന്ദ്രാവതി എന്നും പറഞ്ഞൊരു നദിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കി, ഇതിപ്പോൾ നമ്മൾ ഗോദാവരി റിവർ ഇങ്ങോട്ട് വരികയാണ്. വരുമ്പോൾ ഇതുവഴി വേറെ ചെറിയ ചെറിയ നദികൾ വരുന്നു. ആ നദികളെല്ലാം കൂടി ചേർന്ന് ഗോദാവരിയിലേക്ക് ചേരുകയാണ്. അപ്പം അതിനെ നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്നാണ് പറയുന്നത്. ചെറിയ നദികളെ, ഈ വലിയ നദിയിലേക്ക് വന്ന് ചേരുന്ന നദികളെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒറിജിൻ എവിടെയാണെന്നാണ് പറഞ്ഞത്? ഗോദാവരിയുടെ ഒറിജിൻ എവിടെയാണ്? ഇത് വെസ്റ്റേൺ ഗാർഡ്സിലെ ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഒഴുകി എങ്ങനെ ബേ ഓഫ് ബംഗാളിലേക്ക് ചേരുന്നു. അപ്പോൾ ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് പല സ്റ്റേറ്റ്സിലൂടെയും, മഹാരാഷ്ട്ര മാത്രമല്ല മറ്റ് പല സ്റ്റേറ്റ്സിലൂടെയും മൂവ് ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ബേ ഓഫ് ബംഗാളിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഇത് ഒഴുകി വരുന്ന വഴിയിൽ മറ്റ് ചെറിയ പല നദികളും ഇതിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പം എവിടെ നിന്നാണ് ഗോദാവരിയുടെ ഒറിജിൻ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം. Although I start out as a stream, as I move across the land,
റെയിൻ വാട്ടർ ആൻഡ് അതർ സ്ട്രീംസ് ജോയിൻ മീ മേക്കിംഗ് മീ വൈഡർ ആൻഡ് സ്ട്രോങ്ങർ. ഇനി ഞാൻ ഒഴുകി തുടങ്ങുമ്പോൾ ഒരു ചെറിയ സ്ട്രീമായിട്ടാണ് ഞാൻ വരുന്നത്, ഒരു ചെറിയ അരുവിയായിട്ടാണ്. പിന്നെ മഴവെള്ളവും മറ്റ് പല സ്ട്രീംസും എല്ലാം ചേർന്നാണ് ഞാനൊരു വലിയ നദിയായിട്ട് മാറുന്നത്. ദ സ്മോൾ സ്ട്രീംസ് ജോയിനിങ് ആർ മൈ ട്രിബ്യൂട്ടറീസ്. എൻ്റെ ഈ വഴിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ സ്ട്രീമായിട്ട് മാറി നദിയായിട്ട് മാറുന്ന സമയത്തേക്ക് എന്നിലേക്ക് വരുന്ന ചെറിയ ചെറിയ സ്ട്രീംസ് ഉണ്ട്, ചെറിയ ചെറിയ അരുവികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നദികൾ. അതിനെ നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അതിൻ്റെ കൈവഴികളെന്ന് പറയും. ഈ ഐ ട്രാവൽ 1465 കിലോമീറ്റേഴ്സ് ബിഫോർ ജോയിനിങ് ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അത്രയും ദൂരം, അതായത് 1465 കിലോമീറ്ററാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഐ ആം ദ സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആഫ്റ്റർ റിവർ ഗംഗ. റിവർ ഗംഗ ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവർ എന്ന് പറഞ്ഞാൽ റിവർ ഗംഗയാണ്. സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ എന്ന് പറയുന്നത് ഏതാണ്? ഗോദാവരിയാണ്. മനസ്സിലായല്ലോ. ലുക്ക് അറ്റ് ദ ഇമേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഇവിടെ നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ട്. ഇത് ഗോദാവരിയുടെ വഴിയാണ്. അത് ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന വരെയുള്ളത്. അതായത് ബേ ഓഫ് ബംഗാളിലേക്ക് ഗോദാവരി, ഇതാ ഇവിടുന്ന് ഗോദാവരി സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് എങ്ങനെ വരുന്നതെന്ന് നോക്കിയേ, വന്ന് ഈ ബേ ഓഫ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ വരുന്ന വഴിക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സ് കടന്നു പോകുന്നുണ്ടെന്ന് നോക്കിയേ. മഹാരാഷ്ട്രയുണ്ട്, തെലുങ്കാന ഉണ്ട്, തെലുങ്കാന ഉണ്ട്, ഒഡീഷ ഉണ്ട്, ദെൻ ഛത്തീസ്ഗഡ് ഉണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശ് ഓൾസോ ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ്സ് ആണ്. ഇനിയും ഏതൊക്കെ സ്ട്രീംസ് അല്ലെങ്കിൽ ചെറിയ നദികളാണ് ഇതിലേക്ക് വന്ന് ചേരുന്നതെന്ന് നോക്കിയേ. നമുക്കിവിടെ കാണാം മഞ്ചീര എന്ന് പറയുന്ന ഒരു ചെറിയ ട്രിബ്യൂട്ടറി. പിന്നെ ഇവിടെ ശബരി എന്ന് പറയുന്നത്, പിന്നെ ഇതാ ഇവിടെ കണ്ടോ ഇന്ദ്രാവതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് വന്ന് ചേരുന്നതാണ്. പിന്നെ അതുപോലെ പല നാഷണൽ പാർക്കുകളും എൻ്റെ തീരത്തുണ്ടെന്ന് പറയും. അതായത് ഡാമുകളും നാഷണൽ പാർക്കുകളും നോക്കി അതും തന്നിട്ടുണ്ട്. പെഞ്ച് നാഷണൽ പാർക്ക്, പിന്നെന്താണ് കവാൽ ടൈഗർ റിസർവ്. ഇതൊക്കെ ടൈഗർ റിസർവ്സ് ആണ്. ദെൻ പിന്നെ ഏതാ ഉള്ളത്? കൊറിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. ഇനി അതുപോലെ ഡാംസ് ഉണ്ട്. അതായത് ഡാംസ് അത് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇതാ പോലാവരം ഡാം കണ്ടോ. പിന്നെ അതുപോലെ ശ്രീറാം സാഗർ പ്രോജക്റ്റ്. പിന്നെന്താ അല്ല, ഇതാണ് നമുക്ക് ഈ ബ്രഹ്മഗിരി ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗാട്സ് അറ്റ് ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത്, ഈ സർക്കിൾ കാണുന്നത് ബ്രഹ്മഗിരി ഹിൽസ് ആണ്. നമുക്ക് ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെന്ന് നോക്കാം. നെയിം ദ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഗോദാവരി ഫ്ലോസ് ത്രൂ. ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് ഗോദാവരി കടന്നു പോകുന്നത്? ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ കണ്ട മഹാരാഷ്ട്ര, തെലുങ്കാന. അതിൻ്റെയൊക്കെ സ്പെല്ലിങ് അതിനകത്ത് തന്നെ ഉണ്ട്, നിങ്ങളത് നോക്കി എഴുതുക. തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡുണ്ട്. ഇനി അടുത്ത നെയിം ദ ഡാം ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. നമ്മൾ എന്തൊക്കെ ഡാമുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്? അതായത് ഈ റിവർ ഒഴുകി വരുന്ന വഴിയിൽ ഏതൊക്കെയായിരുന്നു? പാലവരം ഡാം, പിന്നെ ഏതാണ്? കോവിങ്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഇനി വിച്ച് അതർ സ്മോൾ റിവേഴ്സ് ജോയിൻ ഗോദാവരി. ഗോദാവരിയിലേക്ക് ചേരുന്നത് ഏതൊക്കെ റിവേഴ്സ് ആയിരുന്നു? മഞ്ചീര, ഇന്ദ്രാവതി ആൻഡ് ശബരി.
ഇനി പറയുന്നത് there are fascinating stories about me, many from രാമായണ ആൻഡ് പുരാണാസ്. പുരാണങ്ങളിലും രാമായണത്തിലും ഒക്കെ എന്നെക്കുറിച്ച് പറയുന്നുണ്ട്. I am called ദക്ഷിണ ഗംഗ. എന്നെ എന്താണ് വിളിക്കുന്നത് എല്ലാവരും? ദക്ഷിണ ഗംഗ എന്നാണ്. ബിക്കോസ് ഐ ഫ്ലോ ത്രൂ ദ സദേൺ ഇന്ത്യ ആൻഡ് വാസ് റിഗാർഡ് ആസ് സേക്രഡ്. ഇത് ഗംഗാ നദി വളരെ പുണ്യനദിയായിട്ടാണ് നമ്മൾ ഇന്ത്യക്കാരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സദേൺ സ്റ്റേറ്റ്സിലൂടെ പോകുന്ന ഗോദാവരിയെ ദക്ഷിണ ഗംഗ എന്നാണ് വിളിക്കുന്നത്. അതും വളരെ ഹോളി ആയിട്ടുള്ള ഒരു റിവറായിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെ നമ്മൾ പരിഗണിക്കുന്നത്. In places like Nasik near where I begin, people come from all around to take dip in my holy water, especially during events like Godavari Pushkaram. അതായത് ഈ ഗോദാവരി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ഈ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. അതായത് അത് ഹോളി വാട്ടർ ആണെന്ന് കൺസിഡറേഷനിൽ, അങ്ങനെ ഒരു ചിന്തയിൽ. The life I flow all year round, which make me പെരിനിയൽ റിവർ. അതായത് ഞാൻ വർഷം മുഴുവൻ വെള്ളമുണ്ട്, അതുകൊണ്ട് എന്നെ എല്ലാവരും പെരിനിയൽ റിവറിൻ്റെ കൂട്ടത്തിലാണ്. അതായത് വർഷം മുഴുവൻ വെള്ളമുള്ള റിവേഴ്സിനെയാണ് നമ്മൾ പെരിനിയൽ റിവർ എന്ന് പറയുന്നത് കേട്ടോ. Some rivers flow only when we receive water in the rainy season, which make them seasonal rivers. പക്ഷേ ചില റിവേഴ്സൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പം മാത്രമാണ് വെള്ളമുള്ളത്. അതിനെ നമ്മൾ സീസണൽ റിവേഴ്സ് എന്നാണ് പറയുന്നത്. I pass through rich forest full of wildlife, including tiger, barking deer, the Indian golden gecko and the famed red sandalwood trees. അതായത് ഞാനൊരു ഫോറസ്റ്റിലൂടെ ഒക്കെയാണ് ഒഴുകുന്നത്. അവിടെ എന്തൊക്കെ ഉണ്ട്? ആനിമൽസ് ഉണ്ട്, പലതരത്തിലുള്ള ട്രീസ് ഉണ്ട്. You have learned the last chapter that the freshwater sources like me are home to many plants and animals. അതായത് നമ്മൾ വാട്ടറിൻ്റെ എസൻസ് ഓഫ് വാട്ടർ എന്ന ലെസണിൽ പഠിച്ചതാണ്. എന്ത് അല്ലെങ്കിൽ വാട്ടർ എസൻസ് ഓഫ് ലൈഫ് എന്നുള്ള ലെസണിൽ നമ്മൾ പഠിച്ചതാണ് എന്താ ഈ നമ്മുടെ വാട്ടറിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന്. When I reached the sea, I spread out to very small streams that from delta my fresh water meets. നോക്കിയേ, ഞാനിത് സീയിലേക്ക് എത്തുമ്പോൾ ഐ സ്പ്രെഡ് ഔട്ട് ഇൻ ടു മെനി സ്മോൾ സ്ട്രീംസ്. ചെറിയ സ്ട്രീംസ് ആയിട്ട് ഇങ്ങനെ മാറിയാണ് ഞാൻ സീയിലേക്ക് മാറുന്നത്. ആൻഡ് ഇറ്റ് ഫോം ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ ഈ നദി ഇങ്ങനെ ഒഴുകി വരികയാണ്, ഒഴുകി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തന്നെ അങ്ങ് സീയിലേക്ക് പോകും. ഇപ്പോൾ സീ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ പോവല്ല, പകരം ഇത് ഇവിടെ വരെ വന്നിട്ട് ഇത് കുഞ്ഞു കൈവഴികളായിട്ട് മാറും. ഇങ്ങനെ ഇതിങ്ങനെ ചെറിയ ഭാഗങ്ങളായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിനിടയ്ക്ക് കുറച്ച് ലാൻഡ് ഏരിയ ഫോം ചെയ്യും. അതാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഈ ഡെൽറ്റ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അതായത് ഈ ഒരു ഏരിയ ഇത് ഭയങ്കര ഫെർട്ടൈലായിരിക്കും. കാര്യം എന്താ? ഈ രണ്ട് സൈഡിൽ നിന്നും ഉള്ള വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് നമ്മൾ ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നല്ലോ, അത്രയും ഭാഗം ഡെൽറ്റ എന്ന് പറയുന്ന ഭാഗം വളരെ ഫെർട്ടൈലായിരിക്കും. And my fresh water meets the salty sea there. This place is called Koringa Mangrove Forest, where my journey ends. സ്ഥലം ബേ ഓഫ് ബംഗാളിലേക്ക് ഗോദാവരി ചേരുന്ന സ്ഥലം, അതൊരു ഫോറസ്റ്റ്, മാംഗ്രോവ് ഫോറസ്റ്റ് ആണ്, കണ്ടൽക്കാടുകളാണ്. കൊരിങ്ക മാൻഗ്രോവ് ഫോറസ്റ്റ് എന്നാണ് എൻ്റെ പേര്. കണ്ടൽക്കാടുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതായത് ഈ സുനാമി പോലെയുള്ള വലിയ നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോൾ ഈ മാംഗ്രോവ് ഫോറസ്റ്റുകൾ ഈ സുനാമിയൊക്കെ തടഞ്ഞ് നിർത്താറുണ്ട്. അത്രയ്ക്ക് എക്കോസിസ്റ്റത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഫോറസ്റ്റുകളാണ് മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദ മെനി വേസ് ഐ സപ്പോർട്ട് ലൈഫ്. ഞാൻ പല രീതിയിൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സിൻസ് ഏൻഷ്യന്റ് ടൈംസ് പീപ്പിൾ ഹാവ് ഓൾവേസ് ബിൽഡ് ദെയർ ഹോംസ് നിയർ റിവേഴ്സ് ഓർ വാട്ടർ ബോഡീസ്. ക്യാൻ യു ഗസ് വൈ? എന്തുകൊണ്ടാണ് പണ്ട് ആൾക്കാർ ഈ വീടൊക്കെ റിവറിൻ്റെ സൈഡിൽ വെക്കാൻ കാരണം? എന്താ കാര്യം? ബിക്കോസ് റിവർ ഗീവ്സ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, ഫാമിങ്, കുക്കിംഗ് എക്സെട്ര, അല്ലേ? കൃഷി ചെയ്യാനും കുളിക്കാനും എല്ലാം വെള്ളം കിട്ടും. അതുകൊണ്ടാണ് ആൾക്കാർ റിവറിൻ്റെ സൈഡിൽ വീട് വെക്കാൻ കാരണമായത്. ഞാൻ പല രീതിയിൽ ആർപ്പി ചെയ്യാറുണ്ട്. ദ വാട്ടർ ഫോർ ഓൾ ഹൗസസ്, സ്കൂൾസ് ആൻഡ് ഫീൽഡ്സ്
come from me. I not only help the people to drink, cook and wash, but also help them to grow food and make things to their factories. I also support many livelihood. അതായത് ഞാൻ വെള്ളം കുടിക്കാനും കുളിക്കാനും അങ്ങനെ മാത്രമല്ല നമ്മൾ ഫാമിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫാക്ടറികളിലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വെള്ളം വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ വെള്ളം. മൈ വാട്ടർ ഈസ് ക്യാരിഡ് ഇൻ പൈപ്പ് ആൻഡ് കനാൽസ് ആൻഡ് ഷെയർഡ് ബൈ മെനി. പല ആൾക്കാരും ഉപയോഗിക്കത്തക്ക വിധത്തിൽ വലിയ വലിയ പൈപ്പുകളിലും കനാലുകളിലും ഒക്കെ ആയിട്ട് കണ്ടോ പിക്ചർ തന്നിട്ടുണ്ട്, എന്നെ ഷെയർ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എക്കോ ടൂറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. മീൻസ് വിസിറ്റിംഗ് നാച്ചുറൽ പ്ലേസസ് ലൈക്ക് ഫോറസ്റ്റ്, റിവേഴ്സ് ആൻഡ് മൗണ്ടൻസ് ടു എൻജോയ് ദർ ബ്യൂട്ടി വിത്ത് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് ലേൺ അബൌട്ട് നേച്ചർ വിത്തൗട്ട് ഹാമിങ് എൻവയോൺമെൻറ്റിന് പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നമുക്ക് ചുറ്റുമുള്ള നാച്ചുറൽ പ്ലേസസിനെ പോയി കാണുന്ന രീതിക്കാണ് എക്കോ ടൂറിസം. അതായത് ടൂറിസം തന്നെ, പക്ഷേ ആനിമൽസിനും പ്ലാന്റ്സിനും ഒന്നും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ചെയ്യുന്നതിനാണ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞത്. ലിസ്റ്റ് 3 ways in which people dependent on റിവർ ഗോദാവരി. റിവർ ഗോദാവരി എന്തിനൊക്കെയാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് ആൾക്കാർ പീപ്പിൾ യൂസ് ദ റിവർ വാട്ടർ ഫോർ ഡ്രിങ്കിങ് അല്ലേ, വാഷിങ് എക്സെട്ര. പിന്നെന്താ, ഫാർമേഴ്സ് യൂസ് this water for farming. പിന്നെന്താണ് ഉപയോഗിക്കുന്നത്, ദ റിവർ give water for factories also. ഇനി ഇൻ വിച്ച് occupation are people engaged near the river ഗോദാവരി. അപ്പോൾ റിവർ ഗോദാവരിയുടെ അടുത്ത് ഏതൊക്കെ ഒക്കുപ്പേഷൻസ് ആണോ ഉള്ളത്? ഫാമിംഗ് ഉണ്ടല്ലേ, കൃഷിയുണ്ട്, പിന്നെ ഫാക്ടറി വർക്ക്സ് ഉണ്ട്, ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഫാക്ടറി വർക്ക്സ്. പിന്നെന്താ ഉള്ളത്, എക്കോ ടൂറിസം, ബോട്ടിങ് അല്ലേ, ഫിഷിങ് ഉണ്ട്, എക്കോ ടൂറിസം ഉണ്ട്. ഇതൊക്കെ ഗോദാവരിയുടെ തീരത്ത് ഉള്ളതാണ്. ദെൻ വിച്ച് ക്രോപ്സ് ഡു യു സീ ഗ്രോ ഇൻ നിയർ ഗോദാവരി? ഗോദാവരിയുടെ തീരത്ത് എന്തൊക്കെ ക്രോപ്സ് ആണ് വളരുന്നത്? റൈസ് ഉണ്ട്, ഷുഗർ കെയിൻ ഉണ്ട്, കോട്ടൺ പൾസസ് ഇതൊക്കെയാണ് അവിടെ വളരുന്നത്. വിച്ച് ക്രോപ്പ് ഗ്രോ ഇൻ യുവർ റീജിയൻ? വെയർ ഡസ് ഇറ്റ് ദ വാട്ടർ ഇറിഗേഷൻ ഫ്രം? നമ്മുടെ റൈസും അല്ലേ, കോക്കനട്ട്, വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വെയർ ഡസ് ഇറ്റ് വാട്ടർ എവിടെ നിന്നാണ് വരുന്നത്? റിവറിൽ നിന്നുണ്ട്, കനാലിൽ നിന്നുണ്ട് അല്ലേ, കനാൽസ്, പൈപ്പ്സ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. Make a poster in your class showing all the ways rivers help people. പീപ്പിളിനെ എങ്ങനെയൊക്കെയാണ് റിവർ സഹായിക്കുന്നതെന്നൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞത് കേട്ടോ. ഡാം സ്റ്റോറിങ് ബൈ ചേഞ്ചിങ് മൈ ഫ്ലോ. കൂടുതലും ഡാംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? റിവറിൻ്റെ ഒഴുക്കിനെ വ്യത്യാസപ്പെടുത്തിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Did you know that there are more than 900 dams that store my water, so people can use this even during dry season? ഏകദേശം 900 ഡാംസ് എൻ്റെ വഴിയിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർ സീസൺ ആയാലും അവർക്ക് എന്താണ് ഇലക്ട്രിസിറ്റിയും പിന്നെ ക്രോപ്സ് ഫാമിങ്ങിനും ഒക്കെ ഉപകാരമാകുന്നു. ബട്ട് ഹാവ് യു എവർ വണ്ടേഡ് വാട്ട് ഹാപ്പൻ മീ വെൻ ഡാം ബിൽറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? വാട്ട് ഹാപ്പൻ ടു ഫോറസ്റ്റ്, ആനിമൽസ് ആൻഡ് പീപ്പിൾ ലിവിങ് നിയർ ദെയർ? അവിടെയുള്ള ആൾക്കാരെ, ആനിമൽസ്, അതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഡാം ഉണ്ടാകുമ്പോഴെന്ന് നിങ്ങൾക്കറിയാം. എ ഡാം ലൈക്ക് എ ജയൻറ്റ് വോൾ ദറ്റ് ബ്ലോക്സ് മൈ ഫ്ലോ ആൻഡ് സ്റ്റോർസ് വാട്ടർ ഇൻ ലാർജ് ബോഡി കോൾഡ് റിസർവോയർ. അതായത് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു റിവറ്, ആ റിവറിൽ വെള്ളം തടഞ്ഞു നിർത്തുക, വലിയൊരു വോള് പോലെയാണ് അത്. എന്നിട്ട് ഇതിവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ചെറിയ കുറച്ച് ഷട്ടറുകളുണ്ട്, ഓപ്പണിങ്സ്.
അതുവഴിയാണ് പിന്നെ വെള്ളം ഒഴുകി തുടങ്ങുന്നത്. It also, while the stored water helped many people, it also flooded land that has once home of animals and people. Many have to leave their homes and shift to elsewhere when dam are built. ഇത് നമ്മൾ ഡാം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ട്രാജഡിയാണ്, ഒരു വലിയ സങ്കടകരമായ കാര്യം. അതായത് നമ്മൾ ഡാം ഉണ്ടാക്കുന്ന എന്തിനാണ്? കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെയാണ്. പക്ഷേ അവിടെ താമസിക്കുന്ന ആനിമൽസ്, ഫോറസ്റ്റ് ഏരിയ മൊത്തം വെള്ളത്തിൽ മുങ്ങിപ്പോവും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ആൾക്കാരെയൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കും. പക്ഷേ ആനിമൽസും ബേർഡ്സും ഫോറസ്റ്റും എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതെങ്ങനാ എന്ന് ഇപ്പം സംശയം. അതായത് റിവർ ഫ്ലോ ചെയ്യുമല്ലേ, അപ്പോൾ ഇവിടെ നമ്മളൊരു ഭിത്തി കെട്ടും. ഈ ഭിത്തി കെട്ടുമ്പോൾ ഇവിടെ വെള്ളം ഇത്രയും ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഈ റിവറിൻ്റെ ഇപ്പം ഈ റിവർ നമുക്ക് ഇത്രയും ഏരിയയിലാണ് നമുക്ക് റിവറായിട്ട് ഇത് വരുന്നത്. പക്ഷേ ഇതിനിപ്പുറമൊക്കെ ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും. ഇത് ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും. ഇവിടെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും ഈ ഏരിയയിലൊക്കെ. അപ്പോൾ ഈ റിസർവോയർ ഇങ്ങനെ നിറഞ്ഞങ്ങ് തുളുമ്പുമ്പോൾ ഇത് മുകളിലേക്ക് ഉയർന്ന് ആ പ്ലെയിൻ ഏരിയ മൊത്തം എന്താവും? വെള്ളം നിറയും. മനസ്സിലായോ? ആ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ഫോറസ്റ്റും എല്ലാം വെള്ളത്തിനടിയിലാവും. മനസ്സിലായോ? അങ്ങനെയാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കണ്ടോ ഇപ്പം എത്ര ഉയരത്തിലാണ് അത് കെട്ടിവെച്ചേക്കുന്നതെന്ന്. When you open the tap, it is hard to imagine the journey that water has taken, many sacrifices that were made, so you have it. That is why it is so important to use water wisely and never waste it. നമ്മൾ പൈപ്പ് തുറക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇത്രയൊക്കെ ചിന്തിക്കാറുണ്ടോ? ആരും ചിന്തിക്കാറില്ല അല്ലേ? വാട്ട് പ്രോബ്ലംസ് ക്യാൻ അറൈസ് ആഫ്റ്റർ ഡാം ബിൽഡ്, ഹൗ ക്യാൻ ദേ സോൾവ് ഇറ്റ്? അതാണ് ഇവിടെ കൊടുത്തിരുന്നത്. അല്ല, ദിസ് സ്റ്റോർഡ് വാട്ടർ ഹെൽപ്പ് മെനി പീപ്പിൾ, ഇറ്റ് ഓൾസോ ഫ്ലഡ്. അല്ല, ഇത് ഇത്രയും അതിൻ്റെ പ്രോബ്ലമാണ്. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഗവൺമെൻറ് ചെയ്യുന്ന വിൽ ഗീവ് another place for people. ആൾക്കാർക്ക്, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേറൊരു പ്ലേസ് കൊടുക്കുകയാണ് ചെയ്യുക. വാട്ട് പൊല്യൂട്ട്സ് മീ ആൻഡ് വൈ ഇറ്റ് മാറ്റേഴ്സ്. ഇനി എന്നെ എങ്ങനെയാണ് ചീത്തയായത്, ഞാൻ പൊല്യൂട്ടഡ് ആവുന്നത്? വിത്ത് മോർ പീപ്പിൾ ആൻഡ് ഫാക്ടറീസ് കമ്മിങ് അപ്പ് നിയർ മൈ ബാങ്ക്സ്, വേസ്റ്റ്, പ്ലാസ്റ്റിക്, ഡേർട്ടി വാട്ടർ പൊല്യൂട്ട്സ് മീ. ഇനി എൻ്റെ തീരത്തെല്ലാം ഫാക്ടറികൾ വന്നതോടുകൂടി ഡേർട്ടി വാട്ടർ ഉണ്ടായി. ഫാക്ടറിയിൽ നിന്നെല്ലാം വെള്ളം വരും. അത് വളരെ ബാഡ് സ്മെല്ലാണ്, ഒട്ടും ക്ലീൻ അല്ലാത്ത രീതിയിൽ. യെറ്റ് പീപ്പിൾ യൂസ് മൈ വാട്ടർ വിച്ച് കുഡ് മേക്ക് ദ സിക്ക്. ഐ വിഷ് ഐ കുഡ് ടെൽ ദം ടു ഹെൽപ്പ് കീപ് മീ ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം വേസ്റ്റ്. ഇത് ഇങ്ങനെ മോശമായിരിക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ അസുഖം വരികയും ചെയ്യും. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഇവരോട് പറയാൻ. എന്താണ് നോക്കി, ഇവിടെ പിക്ചർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്നത് നല്ല വെള്ളമുള്ള ഒരു റിവറാണ്. പക്ഷേ ഇത് കണ്ടോ, റിവറിൽ നിന്നുള്ള ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റും പ്ലാസ്റ്റിക്കും കുപ്പി മീനെ ചുറ്റിയിരിക്കുന്ന പ്ലാസ്റ്റിക്. അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് കളയുവാണ് ആൾക്കാർ. ഇതൊക്കെ വളരെ പൊല്യൂട്ടഡ് ആകുകയാണ് എന്നെ. ഇത് കണ്ടു കഴിഞ്ഞാൽ വെള്ളം അഴുക്കാണെന്നൊന്നും തോന്നിയില്ലെങ്കിൽ പോലും ഇത് അഴുക്കാണ്. One important way to do this is creating less waste in the first place using eco-friendly products. The fish, turtle and birds that live in and around, we can nowhere else to go. Slowly they are beginning to disappear. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ആനിമൽസൊക്കെ അതിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോവാണ്. Where do the plastic wrappers and that we litter end up? അവസാനം, അതായത് നമ്മൾ ഈ എറിഞ്ഞു കളയുന്നതൊക്കെ എവിടെയാണ് പോകുന്നത്? അത് end up in റിവറിലാണ് ചെന്ന് വീഴുന്നത്. And what kind of soap, shampoos or floor cleaners, natural or ready made, are used to your home? നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണ്? Where does it unclean water mixed with the cleaners go? ഇനി ഈ അൺക്ലീൻ വാട്ടർ, അതായത് ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ ചീത്ത വെള്ളം അവരെവിടാണ് കൊണ്ടൊഴിക്കുന്നത്? നിയർ ബൈ വാട്ടർ ബോഡീസ് വല്ലതും ആണോ എന്നാ ചോദ്യമേ. ആസ്ക് യുവർ പേരൻസ് ആൻഡ് അബൌട്ട് ദ conditions of water bodies near your home when your age. What is the status of those water bodies today? അതായത് നമ്മുടെ അടുത്തുള്ള വാട്ടർ ബോഡി നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാട്ടർ ബോഡിയൊക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്
പൊല്യൂഷനെ കുറിച്ചാണ്. എന്താ പൊല്യൂഷൻ? പൊല്യൂഷൻ മീൻസ് ഡേർട്ടിങ് ഓഫ് ലാൻഡ്, ഡേർട്ടിങ് ഓഫ് എൻവയോൺമെൻറ്റ്, ഡേർട്ടിങ് ഓഫ് എൻവയോൺമെൻറ്റിനെ ഡേർട്ടി ആക്കുന്നതിനാണ് നമ്മൾ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ്. വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്സ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക്കുകളും എന്താണ് വെള്ളത്തിലേക്ക് വലിച്ചെറിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അത് പ്ലാസ്റ്റിക്സ് എല്ലാം വെള്ളത്തിൽ കിടന്നാൽ നമുക്കറിയാം പ്ലാസ്റ്റിക് നശിക്കാതെ അത് കിടക്കും. പിന്നെ ഫാക്ടറികളിൽ നിന്ന് വരുന്ന കെമിക്കൽസും വലിയ പൈപ്പ് വഴി എന്താ ചെയ്യുന്നത്? ഈ വെള്ളത്തിലേക്ക് ഒഴുക്കുകയാണ്. നമ്മളിവിടെ കണ്ടു വെള്ളത്തിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കെമിക്കൽ, ഫെർട്ടിലൈസേഴ്സ് ഇതെല്ലാം ഇതിലേക്ക് വന്ന് വീണ് ഈ വെള്ളം എന്തായിട്ട് ഡേർട്ടി ആവുകയാണ്. അതായത് ഉപയോഗശൂന്യമാകുന്ന രീതിയിലേക്ക് മാറുക. കണ്ടോ? അതിനാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡേർട്ടിങ് ഓഫ് വാട്ടർ, ദറ്റ് ഈസ് വാട്ടർ പൊല്യൂഷൻ. Make a list of things that throw into the waste bin in the home or school. If these things are thrown into the river or pond, how can each of the item harm the animals? അതായത് നമ്മൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ സൂക്ഷിക്കുമല്ലോ, അതൊക്കെ വെള്ളത്തിലേക്ക് എങ്ങനെയാണ് അഫക്റ്റഡ് ആവുന്നതെന്ന് നോക്കുക. ഇനി ചിലതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗർ, അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരും. അപ്പം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിനകത്ത് ഒരു സ്പൂൺ ഷുഗർ കലക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിലെന്തുണ്ടെന്ന്, ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ. അതായത് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് മധുരം മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ആവുന്ന ഒരുപാട് കെമിക്കൽസ് എവിടെയുണ്ട്? ഈ വെള്ളത്തിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. ഇനി നമ്മൾ ഏതൊക്കെ സാധനങ്ങളാണ് ഡിസോൾവ് ആവുന്നതെന്ന്? ഷുഗർ ഡിസോൾവ് ആവും, സോൾട്ട് ഡിസോൾവ് ആവും, ലെമൺ ഡിസോൾവ് ആവും, പിന്നെ പലതരത്തിലുള്ള പല കെമിക്കൽസും ഡിസോൾവ് ആവും. അപ്പോൾ അതിൽ ചില ഫെർട്ടിലൈസേഴ്സ്, അതായത് വളമൊക്കെ ഡിസോൾവ് ആവും. ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഓയിലാണ്. അതൊരിക്കലും ഡിസോൾവ് ആവത്തില്ല. പിന്നെ മെറ്റൽസ്, വുഡ് പോലെയുള്ള സാധനങ്ങളൊന്നും ഡിസോൾവ് ആവത്തില്ല. ഹാർംഫുൾ തിങ്സ് ലൈക്ക് കെമിക്കൽസ് ഓർ ഡേർട്ടി സോപ്പി വാട്ടർ ആൻഡ് ഹൈഡ് ഇൻ ദ റിവേഴ്സ് ലൈക്ക് മീ. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ അലിഞ്ഞ സോപ്പ് വാട്ടർ, ഷാമ്പു, ഇതൊക്കെ ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വെള്ളത്തിലേക്ക് ആവും, ഈ റിവർ വാട്ടറിലേക്ക് ആവും. സോ ഈവൻ വെൻ വാട്ടർ ലുക്സ് ക്ലീൻ ഇറ്റ് മൈറ്റ് സ്റ്റിൽ ക്യാരി തിങ്സ് ദാറ്റ് ക്യാൻ ഹർട്ട് ദ ലിവിങ് ബീയിങ്സ്. അങ്ങനെ ഈ വെള്ളത്തിൽ അലിഞ്ഞിറക്കുന്ന ഈ കെമിക്കൽസ് എല്ലാം കൊണ്ട് എന്ത് പറ്റും? കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് വെള്ളം കാണാൻ, പക്ഷേ അത് വളരെയധികം കെമിക്കൽസ് ചേർന്നതായിരിക്കും. പിന്നുള്ളത് ഇതുപോലെ നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ്, വളമൊക്കെ ഇല്ലേ, ആ വളമൊക്കെ ഇങ്ങനെ ഒഴുകി ചെന്ന് ഇങ്ങനെ നദിയിലേക്ക് ചെന്ന് വീണ് കഴിയുമ്പോൾ അവിടെ ചെറിയ തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഫെർട്ടിലൈസേഴ്സ് കൊള്ളുമ്പോൾ ഇത് മൊത്തം അങ്ങ് വളരും ഇതിനകത്ത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സർഫസ് എല്ലാം ഒരു ഗ്രീൻ ബ്ലാങ്കറ്റ് പോലെ, അതായത് ഒരു ഗ്രീൻ കളർ പുതപ്പ് പോലെ ഈ വെള്ളത്തിന് മുകളിൽ ഇത് ഇങ്ങനെ കിടക്കും. അന്നേരം ഇത് ഗ്രീൻ കളറായിട്ട് ഈ പുതപ്പ് പോലെ കിടക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിനടിയിൽ ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്, ഫിഷസും ഒക്കെ ഉണ്ട്. പക്ഷെ അതുങ്ങൾക്ക് ശ്വാസം കിട്ടത്തില്ല. കാര്യം ഇതിൻ്റെ മുകൾ വശം മൊത്തം എന്താണ്? ഈ പായൽ, കൂടുതലും പായൽ അങ്ങനെ വളരുന്നത് കേട്ടോ. ഈ പായൽ മൂടിക്കിടക്കുക ആയതുകൊണ്ട് പോളയെന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ ഇവിടെയൊക്കെ. അത് വളർന്ന് കിടക്കുന്നതുകൊണ്ട് അതിൽ ആനിമൽസിനൊന്നും, അതായത് ഫിഷസിനൊന്നും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. സംടൈംസ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂസ്ഡ് ടു ഗ്രോ ക്രോപ്സ് get washed down the water that make plants and other organisms grow very fast until they cover a surface like green blanket. ഒരു ഗ്രീൻ കളറുള്ള ബ്ലാങ്കറ്റ് പോലെ എൻ്റെ അടുത്തുള്ള പ്ലാന്റ്സ് എല്ലാം വളർന്ന് സർഫസ് നിറച്ച്, അതായത് റിവറിൻ്റെ മുകൾ ഭാഗം മൊത്തം മൂടും. വിച്ച് സ്ലോലി സ്റ്റാർട്ട്സ്. എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ ഒഴുകി ചെല്ലുന്നുണ്ടോ, വളം ഒഴുകി ചെല്ലുന്നതുകൊണ്ടാണ്. ഇതുകൊണ്ട് അവിടെയുള്ള ആനിമൽസൊക്കെ ചോക്കിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുന്നു. ഇറ്റ് ബിക്കം ഹാർഡ് ഫോർ ദ ഫിഷ് ടു ബ്രീത്ത്. ഓൾസോ മൈ വാട്ടർ ബിക്കം അൺസേഫ് ഫോർ പീപ്പിൾ ടു ഡ്രിങ്ക്. ആൾക്കാർക്ക് കുടിക്കാനും കൊള്ളത്തില്ല, ഫിഷൊന്നും അവിടെ വളരുകയുമില്ല. ഐ മസ്റ്റ് സേ ദാറ്റ് മെനി പീപ്പിൾ ആർ ട്രൈങ് ടു ഹെൽപ്പ്
ആൻഡ് കീപ് മൈ വാട്ടർ ക്ലീൻ. ഞാൻ എൻ്റെ വെള്ളം ക്ലീൻ ആക്കാൻ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട്. ഇൻ പ്ലേസസ് എലോങ് മൈ ജേർണി ടു പീപ്പിൾ ആർ വർക്കിംഗ് ടു സ്റ്റോപ്പ് വേസ്റ്റ് ഫ്രം ബീയിങ് ഇൻ ടു മൈ വാട്ടർ. എവരി സ്മോൾ സ്റ്റെപ്പ് യു ടേക്ക് ഹെൽപ്പ് മീ സ്റ്റേ ഫ്രഷ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. അതായത് ഒരുപാട് ആൾക്കാർ എൻ്റെ വെള്ളം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻ യു ലിസ്റ്റ് 3 തിങ്സ് യു ക്യാൻ ഡു ഇൻ പ്രൊട്ടക്ട് ദ വാട്ടർ ബോഡീസ് നിയർ യു. നിങ്ങൾക്ക് വാട്ടർ ബോഡീസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡോണ്ട് ത്രോ വേസ്റ്റ് മെറ്റീരിയൽസ് ഓർ പ്ലാസ്റ്റിക്സ്. പിന്നെ don't allow factory waste put in the water. പിന്നെന്താണ്? clean the surface of water. ഇനി വെൻ റിവർ ഫ്ലഡ്, ഇനി വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ മോസ്റ്റ് ഓഫ് ടൈം ഐ ഫ്ലൂ ജെന്റിലി helping life grow around me, but I never forget I am powerful. When there is too much rain, I expand and become faster, deeper and bigger. കാര്യം ശരിയൊക്കെയാണെങ്കിൽ ഞാൻ ഒരുപാട് ഉപകാരമൊക്കെയാ, പക്ഷേ എനിക്ക് ഭയങ്കര മഴ ആയിക്കഴിഞ്ഞാൽ ഞാൻ വളരെ പവർഫുള്ളാണ്. ഞാൻ വെള്ളം നിറയും, കര കവിയും. I roar through the land faster and wider than any more can imagine. മറ്റുള്ളവർക്ക് ഊഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ വളരെ പെട്ടെന്ന് വലിയ ശബ്ദത്തോടെ എന്ത് ചെയ്യും? ഒഴുകും. ദിസ് ഈസ് വെൻ ഐ കനോട്ട് ഹെൽപ്പ് ഓവർഫ്ലോയിങ് മൈ ബാങ്ക്സ് ആൻഡ് ഫ്ലഡിങ് ലാർജ് ഏരിയ. അതുകൊണ്ട് തന്നെ എനിക്ക് തീരപ്രദേശമൊക്കെ മുങ്ങിപ്പോവും. വെൻ ടു മച്ച് റെയിൻ ഫോൾസ് ഓൾ ദ വാട്ടർ റഷസ് ഇൻ ടു മീ ആൻഡ് മൈ എക്സ്പാൻഡിങ് വാട്ടർ ഫ്ലഡ് ഹൗസസ് ഫിൽഡ് ആൻഡ് road causing great damage and destruction. People and animals have to leave their homes to stay safe. ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ എന്ത് പറ്റും? എൻ്റെ കര കവിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ വീടും കെട്ടിടങ്ങളും എല്ലാം ഈ തീരത്തോട് ചേർന്നുള്ള എല്ലാം വെള്ളത്തിനടിയിലായി പോകും. നോ ട്രീസ് മീൻസ് വാട്ടർ റൺസ് ഓഫ് ദ ലാൻഡ് ഫാസ്റ്റർ ആൻഡ് കോസസ് ഫ്ലഡിങ്. അതായത് ഈ മരങ്ങളില്ലെങ്കിൽ എന്താ സംഭവം? മരങ്ങളുണ്ടെങ്കിൽ വെള്ളം അവിടെ പിടിച്ചു നിർത്തുകയും വെള്ളം ഭൂമിക്കടിയിലേക്ക് താഴുകയും ചെയ്യും. പക്ഷെ മരങ്ങളില്ലെങ്കിൽ എന്ത് പറ്റുക? പെട്ടെന്ന് വെളിയിലേക്ക് ഒഴുകി വന്ന് ഫ്ലഡ് ഉണ്ടാക്കും. ഒരു മാസ് ഫോളോയിങ് ഉണ്ട്, നമുക്ക് ചെയ്യാം. ഡേർട്ടി വാട്ടറിൻ്റെ പ്രശ്നം എന്താണ്? സേഫ് ഡ്രിങ്കിങ്ങിന് പറ്റത്തില്ല. ബ്രോക്കൺ റോഡ്, ട്രാവലിനും ട്രാൻസ്പോർട്ടിനും ബുദ്ധിമുട്ടാകും. ലോസ്റ്റ് ക്രോപ്പ്, ഫുഡ് സപ്ലൈ ഇല്ല. നോ ഇലക്ട്രിസിറ്റി, ലൈറ്റും ഫാനും വർക്ക് ചെയ്യത്തില്ല. സ്പ്രെഡ് ഡിസീസ്, പീപ്പിൾസ് ഹെൽത്താണ് പ്രശ്നം. ഡാമേജ്ഡ് ഹോം, ഷെൽട്ടർ ഫോർ പീപ്പിൾ. ആൻഡ് സ്കൂൾ ഷട്ട്, ലേണിംഗ്. അതായത് ഫ്ലഡൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് പ്രശ്നങ്ങളാണ്. ഡേർട്ടി വാട്ടർ ആയിരിക്കും, റോഡൊക്കെ ബ്രോക്കൺ ആവും, കൃഷിയൊക്കെ നശിക്കും, ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല, അസുഖങ്ങൾ വരും, പിന്നെന്താ വീടുകളൊക്കെ നശിച്ചു പോവും. അങ്ങനെ എന്തുമ്പോൾ സ്കൂള് അടച്ചിടുകയും ചെയ്യും. കുറേ ഫ്ലഡ് സേഫ്റ്റി ടിപ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ വായിച്ച് പഠിക്കണേ. ഇനി വെൻ എ റിവർ റൺസ് ഡ്രൈ, എപ്പോഴാണ് റിവർ ഡ്രൈ ആണ്? There is a lot of people to worry about when I flood in places, but when river runs dry, it causes great problem. Take a moment to imagine your day without water. നമുക്ക് വെള്ളമില്ലാതെ പറ്റത്തില്ല. What would you do if you had no water in your home for an entire day? ഒരു ദിവസം മുഴുവൻ വെള്ളം ഇല്ലായിരുന്നാലത്തെ അവസ്ഥ ഹോറിബിൾ കണ്ടീഷൻ ആയിരിക്കും അല്ലേ? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് അല്ലേ? നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിഫിക്കൽട്ട് to manage. What if there are no water for a week? ഒരാഴ്ചയില്ലല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. When there is no availability of water for a very long time, families may have to leave their homes and move to places where water is
സ്റ്റിൽ അവൈലബിൾ. നമ്മളറിയാം വെള്ളം കുറവുള്ള സ്ഥലമാണെങ്കിൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് ആൾക്കാർ പോകും. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ പീപ്പിൾ, ആനിമൽസ് സഫർ ടു. ആനിമൽസും അങ്ങനെ തന്നെയാണ്. ഫോർച്യുനേറ്റ്ലി ഫോർ ദം ഐ ആം പെരിനിയൽ ആൻഡ് ഫ്ലോ അക്രോസ് ദ ഇയർ, സോ ഐ കണ്ടിന്യൂ ലുക്ക് ആഫ്റ്റർ എവരി വൺ എലോങ് മൈ വേ. പക്ഷെ ഗോദാവരി പറയുന്നു, ഞാൻ പെരിനിയൽ റിവറാണ്, അതുകൊണ്ട് വർഷം മുഴുവൻ എൻ്റെ അടുത്ത് വെള്ളമുണ്ട്. In some places, people use water ATM, which are special machines that give clean water when you put in the card or coin. These steps help us to use water wisely and protect in future. അതായത് നമ്മൾ മിൽക്ക് ATM പോലെയല്ലേ, മിൽക്ക് ATM, അതായത് ചെറിയൊരു കുറച്ച് പൈസ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാല് കിട്ടും. അതുപോലെ ATMൽ നമ്മൾ കാർഡോ കോയിനോ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന രീതിയുണ്ട്. അതായത് നാഷണൽ വാട്ടർ മിഷൻ വർക്ക്സ് ടു മാനേജ് വാട്ടർ പ്രോപ്പർലി ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ടു യൂസ് വാട്ടർ വൈസ്ലി അക്രോസ് ഇന്ത്യ. അതായത് നമ്മൾ വെറുതെ വെള്ളം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. താങ്ക് യു ഫോർ ലിസണിങ് മൈ സ്റ്റോറി, ബട്ട് ഐ നീഡ് യുവർ ഹെൽപ്പ് ടു. വെൻ യു സേവ് വാട്ടർ, പ്ലാന്റ് എ ട്രീ ഓർ സ്റ്റോപ്പ് വേസ്റ്റ് ഫ്രം reaching me, you are showing me love. Remember, even small actions can make me ബിഗ് ഡിഫറൻസസ്. അപ്പം എൻ്റെ സ്റ്റോറി കേട്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷേ എന്നെ വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കണേ നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയായതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനാണ് നമ്മുടെ റിവർ പറയുന്നത്. നമ്മുടെ ലെസൺ എന്ന് തീർന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.